യൂണിക്കോഡ് ഫോണ്ടുകൾ പ്രാദേശിക ഭാഷകളിലെ വിവര വ്യവസ്ഥാ നിർമ്മാണം സാധ്യമായത് യൂണിക്കോഡിലൂടെയാണ്. യൂണിക്കോഡിൽ ലിപികൾക്ക് സ്ഥിരവും വ്യതിരിക്തവുമായ കോഡ് പോയിന്റ് ലഭിച്ചു. 1993 മലയാളം ലിപി യൂണിക്കോഡിലേക്ക് മാറുന്നത്. നിലവിലുണ്ടായിരുന്ന ഇസ്കി എൻകോഡിംഗ് ആണ് യൂണിക്കോഡിലേക്ക് മാറിയത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് രചന അക്ഷരവേദിയായിരുന്നു. ആദ്യകാല യൂണിക്കോഡ് ഫോണ്ടുകളായിരുന്നു രചന, മീര എന്നിവ. യൂണിക്കോഡിൽ മലയാള ലിപികളെ സ്വതന്ത്ര ലിപികളായി കമ്പ്യൂട്ടർ വിനിമയം ചെയ്യുന്നു. യൂണിക്കോഡിൽ 3328 മുതൽ 3455 വരെയുള്ള ഇടമാണ് മലയാള ലിപികൾക്കായി മാറ്റി വെച്ചിട്ടുള്ളത്. 2002 പുറത്തുവന്ന അജയ് ലാലിൻ്റെ തൂലികയിലൂടെയാണ് യൂണിക്കോഡ് യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. 2003 മൈക്രോസോഫ്റ്റ് വിൻഡോസ് XP സർവീസ് പാക്കിൽ മലയാളം ഉൾപ്പെടുത്തിയതോടെ കമ്പ്യൂട്ടറിൽ മലയാളത്തിൻ്റെ ഉപയോഗം വ്യാപകമായി. യൂണിക്കോഡ് എൻകോഡിംഗ് ആരംഭിച്ചതോടെ മലയാളത്തിലെ എല്ലാ ലിപിരൂപങ്ങളും കമ്പ്യൂട്ടറിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. നിലവിൽ മലയാളത്തിൽ ഏറ്റവുമധികം കൂട്ടക്ഷര ലിപികൾ ലഭ്യമായ ഫോണ്ടാണ് രചന. രചന അക്ഷരവേദിയാണ് മലയാള അച്ചടിയിലും എഴുത്തിലും നിലനിന്നിരുന്ന എല്ലാ കൂട്ടക്ഷര ലിപികളും യൂണിക്കോഡിൽ ലഭ്യമാക്കുന്നതിനുള്ള അടിത്തറ ഒരുക്കിയത്. മലയാളത്തിൽ വിവിധ വിവരവിനിമയ പ്രക്രിയകൾക്കും ഭാഷാ സംസ്കരണ ഉൽപ്പാദക പ്രക്രിയകൾക്കുമായുള്ള സോഫ്റ്റ്വെയറുകളും പ്രോഗ്രാമുകളും വ്യാപകമാക്കുന്നതിന് യൂണിക്കോഡാണ് കളമൊരുക്കിയത്. ചില്ലക്ഷര ലിപികളുടെ എൻകോഡിങ്ങുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടായിരുന്നു. കൂട്ടക്ഷര ലിപികൾക്ക് കോഡ് പോയിന്റ് നൽകുകയില്ല. 2007 വരെ മലയാളത്തിലെ അടിസ്ഥാന അക്ഷരമാലയിലെ ലിപികൾക്ക് മാത്രമാണ് കോഡ് പോയിന്റ് നൽകിയിരുന്നത്. പി. ഗോവിന്ദപിള്ള ചെയർമാനായ ക്യാരക്ടർ എൻകോഡിംഗ് ആൻഡ് കീബോർഡ് സ്റ്റാൻഡേർഡൈസേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2008 യൂണിക്കോഡ് 5.1 സ്റ്റാൻഡേർഡിൽ ചില്ലക്ഷര ലിപികൾ അടിസ്ഥാന ലിപികളായി പരിഗണിച്ച് എൻകോഡ് ചെയ്യാൻ യൂണിക്കോഡ് കൺസോർഷ്യം തീരുമാനിച്ചു. ഇപ്രകാരം കോഡ് പോയിന്റുകൾ ലഭിച്ച ചില്ലുകളാണ് ആറ്റോമിക് ചില്ലുകൾ അഥവാ ആണവ ചില്ലുകൾ എന്ന് അറിയപ്പെടുന്നത്. സീറോ ബിറ്റ് ജോയിൻ്റർ എന്ന കൺട്രോൾ കീ ഉപയോഗിക്കാതെ കമ്പ്യൂട്ടർ കീബോർഡിലെ ഒരൊറ്റ കീ ഉപയോഗിച്ച് ചില്ലക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാമെന്നതായിരുന്നു ഇതിൻ്റെ ഗുണം.